ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന 20 സെൻറ്റൻസുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും നമ്മൾ അത്തരം സെൻറ്റൻസുകൾ പഠിച്ചു വയ്ക്കേണ്ടത്, എഴുതി വയ്ക്കേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടതൊക്കെ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് ഇന്ന് നമ്മൾ 20 സെൻറ്റൻസസ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം, നമുക്ക് സമയമൊന്നും കളയണ്ട. ഒന്നാമത്തെ സെൻറ്റൻസ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്, എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്. അല്ലേ, ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ മറന്നൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ പറയും, നമുക്ക് എവിടെയൊക്കെയോ ഓർമ്മയിലുണ്ട്. അപ്പോൾ നമ്മൾ പറയും, എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട് കേട്ടോ, എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്. എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? വളരെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ പറയാം കേട്ടോ. It's on the tip of my tongue. Okay, it's on the tip of my tongue. Okay, it is on the tip of my tongue. എൻ്റെ നാവിൻ്റെ തുമ്പിൽ ഇത് ഇവിടെയുണ്ടെന്ന് നമ്മൾ പറയും. എങ്ങനെ? It's on the tip of my tongue. Okay, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയാൽ, It's on the tip of my tongue. അപ്പോൾ ഇനി നാവിൻ്റെ തുമ്പിലുണ്ട് എന്ന് പറയാനായിട്ട് വളരെ സിമ്പിളായിട്ട് പറയണം. എങ്ങനെ? It's on the tip of my tongue. റൈറ്റ്? അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. നമ്മൾ പലപ്പോഴും വീട്ടിൽ അന്വേഷിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു സാധനമാണ് എൻ്റെ നെയിൽ കട്ടർ. എൻ്റെ നെയിൽ കട്ടർ നമ്മളെപ്പോഴും ഈ നഖം വെട്ടാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തൊരു സാധനമാണ് നഖം വെട്ടി. അല്ലേ, സാധനം ബ്ലേഡൊക്കെ എടുത്ത് നമ്മൾ നഖമൊക്കെ വെട്ടി ചോരയൊക്കെ വന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ നഖം വെട്ടി അങ്ങനെ സുഖിച്ച് കിടക്കണുണ്ടാകുക നമ്മുടെ അൽമാരിയുടെ ഉള്ളിലൊക്കെ. അല്ലേ, അപ്പോൾ ഈ നഖം വെട്ടി എവിടെയാണ്? ഓക്കെ, നമ്മളെപ്പോഴും അന്വേഷിക്കുന്ന ഒരു സാധനമാണ്. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കുക? Where is the nail cutter? Okay, where is the nail cutter? Okay, nail cutter എവിടെയാണ്? Where is the nail cutter? Okay, അപ്പോൾ നമ്മുടെ വീട്ടിലെ നെയിൽ കട്ടർ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ധൈര്യമായിട്ട് വീട്ടുകാരോട് ചോദിക്കണം. എങ്ങനെ? Where is the nail cutter? Where is the nail cutter? ഈ നെയിൽ കട്ടർ തപ്പുന്നത് പോലെ തന്നെ നമ്മൾ സ്ഥിരം വീട്ടിൽ തപ്പിക്കൊണ്ട് കിടക്കണം മറ്റൊരു സംഗതിയാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ. ഓക്കെ, നമ്മൾ ഈ സാധനം എവിടെ നോക്കിയാലും നമുക്ക് കാണില്ല. നമ്മുടെ ഈ തോണ്ടലെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ചാർജർ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ സാധനം കാണാറില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും വീട്ടിലുള്ളവരോട് ചോദിക്കും, എൻ്റെ ചാർജർ കണ്ടോ? എനിക്ക് ചാർജർ കാണാനില്ലല്ലോ, എൻ്റെ മൊബൈൽ ചാർജർ കാണാനില്ലല്ലോ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷ് പറയാം? ഐ കാൺ ഫൈൻഡ് മൈ ചാർജർ. എങ്ങനെ പറയാം? ഐ കാൺ ഫൈൻഡ് മൈ ചാർജർ. ഐ കാൺ ഫൈൻഡ് മൈ ചാർജർ. എങ്ങനെ പറയാം? ഐ കാൺട്ട് ഫൈൻഡ് മൈ ചാർജർ. ഓക്കെ, എൻ്റെ ചാർജർ എനിക്ക് കാണാനില്ല. ഓക്കെ, ഐ കാൺ ഫൈൻഡ്, എനിക്ക് കണ്ടെത്താൻ പറ്റണില്ല. ഐ കാൺ ഫൈൻഡ് മൈ ചാർജർ. ഇനി നമുക്ക് നാലാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. എനിക്കൊരു ഐഫോൺ ഉണ്ട്. ഓക്കെ, എനിക്കൊരു ഐഫോൺ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കുകയാണ്, അതിൻ്റെ ഫോൺ ഏതാ, നീ ഏത് ഫോണാണ് ഉപയോഗിക്കണേ? അപ്പോൾ നമ്മൾ പറയും, ഓക്കെ സാംസങ്ങിൻ്റെ ഫോണാണ്, ഐഫോണാ എന്നൊക്കെ നമ്മളിങ്ങനെ പല രീതിയിൽ പറയും. ഓക്കെ, എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? ഐ ഹാവ് എൻ ഐഫോൺ. ഓക്കെ, എങ്ങനെ പറയാം? ഐ ഹാവ് എൻ ഐഫോൺ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് സാംസങ്ങിൻ്റെ ഫോണാണ്, ഐ ഹാവ് എ സാംസങ് ഫോൺ. ഓക്കെ, ഐ ഹാവ് എ സാംസങ് ഫോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഐ ഹാവ് എൻ ഐഫോൺ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഹാവ് എ സാംസങ് ഫോൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോണിനെ കുറിച്ചിട്ട് ഏത് ടൈപ്പ് ഫോണോ ഉപയോഗിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. ഐ ഹാവ് എൻ ഐഫോൺ. ഓക്കെ, ഐ ഹാവ് എൻ ഐഫോൺ. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. നമ്മൾ പലപ്പോഴും പറയും, ആ ഡോറൊന്ന് ചാരിയിട്ടേൻ, ആ ഡോറൊന്ന് പകുതി ചാരിയിട്ടേൻ, പകുതി തുറന്നിട്ടേൻ എന്നൊക്കെ നമ്മൾ പറയും. അല്ലേ, നമുക്കെപ്പോഴും ആ ഡോർ കംപ്ലീറ്റ്ലി അടയ്ക്കേണ്ട, പകുതി തുറക്കണം അല്ലെങ്കിൽ പകുതി ചാരണം എന്നൊക്കെ നമ്മളെങ്ങനെ പറയാം? Please keep the door half open. Okay, please keep the door half open. എങ്ങനെ പറയാം? Please keep the door half open. ഓക്കെ, അപ്പോൾ ഇനി അമ്മയുടെ അടുത്തോ ഭാര്യയുടെ അടുത്തോ മക്കളുടെ അടുത്തോ അനുജൻ്റെ അടുത്തൊക്കെ പറയണം. എങ്ങനെ? Please keep the door half open. ഓക്കെ, അവരൊന്നും ഞെട്ടട്ടെ, നമ്മളൊന്ന് ഡോർ പകുതിക്ക് ചാരിയിട്ടിട്ട് അവർ പോകണം. ഇംഗ്ലീഷിൽ തന്നെ പറയണം. എങ്ങനെ പറയണം? Please keep the door half open. അടുത്തൊരു സെൻറ്റൻസ് ആണ്, ഇത് എൻ്റെ മുഖത്ത് ഒത്തിരി പിമ്പിൾസ് ഉണ്ട് കേട്ടോ, മുഖക്കുരു ഉണ്ട് കേട്ടോ എന്ന് പറയും. ഇല്ലേ, ഒരു ടീനേജ് കാലഘട്ടത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ സ്ട്രെസ്ഫുൾ ആകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പിമ്പിൾസ്, മുഖക്കുരു എന്ന് പറയുന്നത്. ഓക്കെ, മുഖക്കുരുവിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? പിമ്പിൾസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മുഖത്ത് ഒത്തിരി പിമ്പിൾസ് ഉണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയണം. എങ്ങനെ നമ്മൾ പറയും? ഐ ഹാവ് സോ മെനി പിമ്പിൾസ് ഓൺ മൈ ഫേസ്. എൻ്റെ മുഖത്ത് ഒത്തിരി പിമ്പിൾസ് ഉണ്ട്. എങ്ങനെ പറയാം? I have so many pimples on my face. Okay, I have so many pimples on my face. എനിക്ക് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ് കേട്ടോ. എനിക്ക് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്ക് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? I have a good news for you. Okay, I have a good news for you. Okay, I have a good news for you.
എനിക്ക് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എങ്ങനെ പറയാ? ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കണം, എന്താണ് ആ സന്തോഷ വാർത്ത? എന്താ സന്തോഷ വാർത്ത? എന്താ എനിക്ക് ലോട്ടറി അടിച്ചാ എന്ന് പറയാണ്. അവൻ പറയാണ്, എൻ്റെ കല്യാണം അടുത്ത ഡിസംബറിലാട്ടാ. അപ്പോൾ കല്യാണം ആലോചിച്ച് നടന്നായിരുന്ന ഒരു കൂട്ടുകാരനാണെന്ന് വിചാരിക്കും. അപ്പം പറയണം, എൻ്റെ കല്യാണം അടുത്ത ഡിസംബറിലാണ്. മൈ വെഡിങ് ഇസ് ഇൻ ഡിസംബർ. മൈ വെഡിങ് ഇസ് ഇൻ ഡിസംബർ. ഓക്കെ, എൻ്റെ കല്യാണം ഡിസംബറിലാണ്. മൈ വെഡിങ് ഇസ് ഇൻ ഡിസംബർ. അതുപോലെ തന്നെ ഈ വെഡ്ഡിങ് പോലെ തന്നെ പറയുന്നതാണ്, എൻ്റെ എൻഗേജ്മെൻറ്റ് അടുത്ത മാസമാണ് കേട്ടോ. എൻ്റെ എൻഗേജ്മെൻറ്റ് അടുത്ത മാസമാണ്. ഇന്നെങ്ങനെ പറയാം? ഐ എം ഗെറ്റിംഗ് എൻഗേജ്ഡ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഐ എം ഗെറ്റിംഗ് എൻഗേജ്ഡ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, അടുത്ത മാസം എൻ്റെ എൻഗേജ്മെൻറ്റ് ആട്ടോ. ഞാൻ എൻഗേജ്ഡ് ആവാണ്. ഒരു പെൺകുട്ടിയായിട്ട് ആൺകുട്ടിയായിട്ട് ഞാൻ എൻഗേജ്ഡ് ആവാണെന്ന് പറയണം. എങ്ങനെ? ഐ എം ഗെറ്റിംഗ് എൻഗേജ്ഡ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഐ എം ഗെറ്റിംഗ് എൻഗേജ്ഡ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ നമ്മൾ ഈ കല്യാണത്തിൻ്റെ കേസൊക്കെ പറഞ്ഞപ്പോൾ കൂട്ടുകാർ നമ്മളോട് ചോദിക്കുകയാണ്, എടാ കല്യാണമായിട്ട് നീ ഷർട്ടൊക്കെ മേടിച്ചാ? എത്ര ഷർട്ട് നീ മേടിച്ചു? അല്ലെങ്കിൽ വേണ്ട, ഒരു ഓഫർ നടക്കുകയാണ്. ഇപ്പോൾ ലുലുവിലൊക്കെ കുറേ ഓഫേഴ്സൊക്കെ നടക്കും. നമ്മുടെ കൂട്ടുകാരൻ ഒരു ചങ്ക് ബ്രോ കുറച്ച് ഷർട്ട്സ് മേടിക്കാനായിട്ട് പോയെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവനോട് ചോദിക്കണം, എടാ എത്ര ഷർട്ട് നീ മേടിച്ചു? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? എത്ര ഷർട്ട്സ് നീ മേടിച്ചു? ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചോദിക്കാം, ഹൗ മെനി ഷർട്ട്സ് ഡിഡ് യു ബൈ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഹൗ മെനി ഷർട്ട്സ് ഡിഡ് യു ബൈ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? എൻ്റെ ഒപ്പം ഒന്ന് ചോദിച്ചേ, ഹൗ മെനി ഷർട്ട്സ് ഡിഡ് യു ബൈ? ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ, ഹൗ മെനി ഷർട്ട്സ് ഡിഡ് യു ബൈ? നീ എത്ര ഷർട്ട്സ് മേടിച്ചു? അപ്പോൾ കൂട്ടുകാരൻ്റെ കല്യാണത്തിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അവനോടൊരു സജഷൻ പറയണം, എടാ കല്യാണത്തിന് നീ ഷെർവാണി ധരിക്കണം കേട്ടോ. നീ അടിപൊളിയായിരിക്കും ഷെർവാണിയിൽ. ഓക്കെ, ഷെർവാണിയിൽ നീ പോവുകയാണെങ്കിൽ നീ അടിപൊളിയായിരിക്കും എന്ന് പറയാണ്. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? പ്ലീസ് വെയർ ഷെർവാണി, യു ലുക്ക് ഗുഡ് ഇൻ ദാറ്റ്. ഓക്കെ, പ്ലീസ് വെയർ ഷെർവാണി, യു ലുക്ക് ഗുഡ് ഇൻ ദാറ്റ്. ഓക്കെ, നീ ദയവായിട്ട് ഷെർവാണി ധരിക്കണം കേട്ടോ. നീ അടിപൊളിയായിരിക്കും അതിൽ. പ്ലീസ് വെയർ ഷെർവാണി, യു വിൽ ലുക്ക് ഗുഡ് ഇൻ ദാറ്റ്. ഓക്കെ, എങ്ങനെ പറയാം? പ്ലീസ് വെയർ ഷെർവാണി, യു വിൽ ലുക്ക് ഗുഡ് ഇൻ ദാറ്റ്. ഒന്ന് പതുക്കെ സംസാരിക്കുമോ? നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ചോദിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ നമ്മൾ ഒരു സീരിയസ് കാര്യം ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ വലിയ ശബ്ദത്തിലൊക്കെ സംസാരിക്കും, ചിലർ സ്പീഡിൽ സംസാരിക്കും, നമ്മളോട് വലിയ ഒച്ചത്തിൽ സംസാരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കണം, ഒന്ന് പതിയെ സംസാരിക്കാവോ എന്ന് ചോദിക്കും. ഓക്കെ, ഒരു വല്ലാത്ത റിക്വസ്റ്റ് ആണ് അതല്ലേ? നമുക്ക് എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ ചോദിക്കുക? വുഡ് യു പ്ലീസ് സ്പീക്ക് സ്ലോലി? ഓക്കെ, വുഡ് യു പ്ലീസ് സ്പീക്ക് സ്ലോലി? ഓക്കെ, ഒന്ന് ദയവായിട്ട് പതിയെ സംസാരിക്കാവോ? വുഡ് യു പ്ലീസ് സ്പീക്ക് സ്ലോലി? ഓക്കെ, എങ്ങനെ ചോദിക്കുക? വുഡ് യു പ്ലീസ് സ്പീക്ക് സ്ലോലി? ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. നിനക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്? ഓക്കെ, റീസെൻ്റ്ലി എൻ്റെ ഒരു കൂട്ടുകാരൻ പെണ്ണ് കാണാനായിട്ട് ചെന്നപ്പോൾ സാധാരണ പുരുഷന്മാരാണ് സ്ത്രീകളോട് പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ചോദിക്കുക, കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അവൻ പറയുകയാണ്, ആ പെങ്കുച്ച് തിരിച്ച് ഇവനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ, കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണോ? കുക്ക് ചെയ്യാനൊക്കെ താല്പര്യമാണോ? അപ്പം പറയാം, പെട്ടെന്ന് തോന്നലളിയാ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കുക്കിംഗ് ഇഷ്ടമാണോ എന്നെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു ലൈക്ക് ടു കുക്ക്? ഓക്കെ, ഡു യു ലൈക്ക് ടു കുക്ക്? ഓക്കെ, നീ കുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നോ? ഡു യു ലൈക്ക് ടു കുക്ക്? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഡു യു ലൈക്ക് ടു കുക്ക്? ഓക്കെ, നീ കളിക്കാൻ ഇഷ്ടപ്പെടുന്നോ? ഡു യു ലൈക്ക് ടു പ്ലേ? നീ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നോ? ഡു യു ലൈക്ക് ടു വാച്ച് ഫിലിം? ഓക്കെ, നമ്മൾ ഡു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നത് നിങ്ങൾ നല്ലതാണ്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? അതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ് കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെന്നിട്ട് ചോദിക്കുക, എടാ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഓക്കെ, എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കുക? വളരെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ ചോദിക്കാം. കൻ ഐ ആസ്ക് യു സംതിങ്? ഓക്കെ, കൻ ഐ ആസ്ക് യു സംതിങ്? ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുക? കൻ ഐ ആസ്ക് യു സംതിങ്? ഓക്കെ, വീണ്ടും കൂടി ചോദിച്ചോ, കൻ ഐ ആസ്ക് യു സംതിങ്? ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാനിപ്പോൾ തിരക്കിലാണ്. ഓക്കെ, ഞാനിപ്പോൾ തിരക്കിലാണ്. അതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ്. ഞാനിപ്പോൾ തിരക്കിലാണ്. ഐ എം ബിസി അറ്റ് ദ മൊമെൻറ്റ്. ഓക്കെ, എങ്ങനെ പറയാം? ഐ എം ബിസി അറ്റ് ദ മൊമെൻറ്റ്. ഓക്കെ, ഞാനിപ്പോൾ തിരക്കിലാണ്. ഐ എം ബിസി അറ്റ് ദ മൊമെൻറ്റ്. ഓക്കെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പറയണം, അല്ലടാ ഞാനിപ്പോൾ തിരക്കിലാണ്. ഐ എം ബിസി അറ്റ് ദ മൊമെൻറ്റ്. ഓക്കെ, ഞാനിപ്പോൾ തിരക്കിലാണ്. എനിക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് സമയങ്ങളിൽ നമ്മുടെ ലൈഫിൽ പറയുന്നൊരു സെൻറ്റൻസ് ആണ് അല്ലേ? നമ്മൾ ചില കൂട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്ത് പോസ്റ്റൊക്കെ ആയി കഴിയുമ്പോൾ പറയും, എടാ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഞാനിപ്പോൾ പോകട്ടോ എന്നൊക്കെ പറയും. ഓക്കെ, എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? ഐ കാൺ വെയിറ്റ് എനി ലോങ്ങർ. ഓക്കെ, ഐ കാൺ വെയിറ്റ് എനി ലോങ്ങർ. ഓക്കെ, എനിക്കിനി ഒരുപാട് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഐ കാൺട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. എനിക്കിപ്പോൾ ഒരുപാട് സുഖം തോന്നുന്നുണ്ട്, എനിക്ക് ഒരുപാട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു രോഗമായിട്ട് കിടക്കുകയാണ്,
ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറയാം ഇപ്പോൾ കുഴപ്പമില്ല, സുഖമായിട്ട് വരുന്നുണ്ട്, മുൻപത്തേക്കാളും ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഐ ഫീൽ മച്ച് ബെറ്റർ. ഓക്കെ, എങ്ങനെ പറയാം? ഐ ഫീൽ മച്ച് ബെറ്റർ. ഓക്കെ, എങ്ങനെ പറയാം? ഐ ഫീൽ മച്ച് ബെറ്റർ. നിനക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം. ഓക്കെ, നമ്മൾ പലപ്പോഴും ചോദിക്കും, ഓക്കെ നിനക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം, പല കാര്യങ്ങൾക്ക്, ഫുട്ബോൾ കളിക്കാൻ നിനക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ടീമിൽ നിനക്ക് ജോയിൻ ചെയ്യണം. ഡു യു വാണ്ട് ടു ജോയിൻ മീ? ഓക്കെ, ഇങ്ങനെ പറയുക, ഡു യു വാണ്ട് ടു ജോയിൻ മീ? ഓക്കെ, ഡു യു വാണ്ട് ടു ജോയിൻ മീ? ഓക്കെ, നിനക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യണോ, നിനക്ക് എൻ്റെ കൂടെ കൂടണോ? ഡു യു വാണ്ട് ടു ജോയിൻ മീ? എല്ലാം ഓക്കെ ആണോ? ഓക്കെ, എല്ലാം ഓക്കെ ആണോ? ഓക്കെ, മറ്റൊരു സെൻറ്റൻസ് ആണ്, എല്ലാം ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ പല സുഹൃത്തുക്കളുടെ അടുത്തും പല കാര്യങ്ങൾക്കൊക്കെ ചെന്ന് ചില ഫംഗ്ഷൻസിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും അവസാനിക്കാറൊക്കെയാണ് നമ്മൾ ചോദിക്കും, എല്ലാം ഓക്കെ അല്ലേ, എല്ലാം ശരിയല്ലേ, എല്ലാം റെഡി അല്ലേ എന്നൊക്കെ ചോദിക്കും അല്ലേ. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഇസ് എവറിത്തിങ് ഓക്കെ? ഓക്കെ, ഈസ് എവറിത്തിങ് ഓക്കെ? ഓക്കെ, അപ്പോൾ ഇനി എല്ലാ ഫംഗ്ഷൻ്റെയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ അവസാനം ചെന്നിട്ട് ചോദിച്ചേക്കണം ഇംഗ്ലീഷിൽ എങ്ങനെ? ഇസ് എവറിത്തിങ് ഓക്കെ? ഈസ് എവറിത്തിങ് ഓക്കെ? ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഇന്നെനിക്ക് നേരത്തെ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഒരു പെർട്ടിക്കുലർ സമയത്താണ് നമ്മൾ ഒരു സ്പേസിൽ നിന്ന് പോകാറുള്ളത്. ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ പറയണം, എടാ എനിക്കിന്ന് നേരത്തെ പോകണം കേട്ടോ, എനിക്കിന്ന് നേരത്തെ പോകണം. ചിലപ്പോൾ അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, മറ്റു പല പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ പറയുകയാണ് ഇന്ന് എനിക്ക് നേരത്തെ പോകണം. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ ഹാവ് ടു ലീവ് ഏർലി ടുഡേ. ഓക്കെ, ഐ ഹാവ് ടു ലീവ് ഏർലി ടുഡേ. ഓക്കെ, ഐ ഹാവ് ടു ലീവ് ഏർലി ടുഡേ. ഓക്കെ, എനിക്കിന്ന് നേരത്തെ പോകണം. ഐ ഹാവ് ടു ലീവ് ഏർലി ടുഡേ. ഓക്കെ, അപ്പോൾ നമ്മൾ 20 സെൻറ്റൻസസ് ആണ് പഠിച്ച്. 20 സെൻറ്റൻസസും നിങ്ങൾ എഴുതിയെടുക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലാംഗ്വേജ് നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റൻസ്, നമ്മൾ 20 സെൻറ്റൻസസ് പഠിച്ചു, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Linto.